പ്രിയമുള്ളവരെ, വിയാവിയാണ്. ഒരു വിലപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, അത് ഈ ഇരിക്കുന്ന ഒരു ഫാനിൻ്റെ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. ഒരു പ്രമുഖ ഇലക്ട്രോണിക്സ് ഷോപ്പിൽ നിന്നും വാങ്ങിച്ച ഫാനാണ് നിങ്ങൾ ഈ കാണുന്ന പുറകെ ഇരിക്കുന്ന ഫാൻ. അതുപോലെ തന്നെ ഒരു പ്രമുഖ ബ്രാൻഡിൻ്റെ ഫാനാണ്. ഞാനിതിൻ്റെ ഈ ഷോപ്പിൻ്റെ പേരോ അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ പേരോ ഒന്നും പറയാത്തത് വേറൊന്നും കൊണ്ടല്ല. ഇന്ന് ഒട്ടുമിക്ക ഷോപ്പുകളിൽ നിന്നും കിട്ടുന്ന ഒട്ടുമിക്ക ബ്രാൻഡിൻ്റെയും സാധനങ്ങളുടെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെ. 1 വർഷം വാറണ്ടിയോടെ നമുക്ക് സാധനങ്ങൾ തരുമ്പോൾ ഒരു 11 മാസം ആകുമ്പോൾ സാധനങ്ങൾ ചുമച്ചും കുരച്ചും തുടങ്ങും. 12ാം മാസം ആകുമ്പോഴത്തേക്ക് 12 മണിക്ക് അടുത്ത ദിവസം ആവുന്നതിന് മുന്നേ സംഭവം ചത്ത്. ഈ അവസ്ഥയാണ് ഇന്ന് ഈ ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങളുടെ അവസ്ഥ. അപ്പം അതിൽ ഒരു ഉദാഹരണം ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു ലീഫാണ്, ഈ ഫാനിൻ്റെ ലീഫാണ്. ഞാനിപ്പോൾ ലീഫ് മാറ്റിയിട്ടേക്കാണ്. ആ ബ്രാൻഡിന് തന്നെ ഒരു 1.5 വർഷം മുമ്പ് വാങ്ങിച്ച ലീഫാണ് വാങ്ങിച്ചത്. വേറൊന്നും കൊണ്ടല്ല, ഇത് കാറ്റില്ല, നല്ല കറക്കമാണ്, പക്ഷേ കാറ്റില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ലീഫിന് കട്ടിയില്ല. വെറും കട്ടിയില്ലാത്ത പ്ലാസ്റ്റിക് വെച്ചാണ് ഈ ലീഫ് അവർ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റിനെ തള്ളി വിടേണ്ട അവസ്ഥയിൽ ഇതിന് കട്ടിയില്ലാതെ വരുമ്പോഴത്തേക്ക് ഈ തള്ളി കൊടുക്കേണ്ട സാധനം അങ്ങ് നേരെയാവും. അപ്പോൾ നമുക്ക് കാറ്റ് കിട്ടത്തില്ല. നല്ല കറക്കമുണ്ട്, പക്ഷേ കാറ്റില്ല. അടുത്തിരിക്കണം, ജനലൊക്കെ തുറന്നിട്ടിട്ടേ കാറ്റ് കൊള്ളാൻ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും ഫാനിൻ്റെ കറക്കം. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഓരോരുത്തരും ഫാൻ വാങ്ങിക്കുന്ന സമയത്ത് ലീഫിൻ്റെ സ്ട്രെങ്ത് ഒന്ന് ചെക്ക് ചെയ്യണം. ഈ ലീഫിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോയാൽ എന്താണ് കമ്പനിക്കുള്ള ഗുണം അല്ലെങ്കിൽ ഇതിൻ്റെ കടയ്ക്കുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലോഡ് കുറഞ്ഞ കട്ടി കുറഞ്ഞ ലീഫ് ഉപയോഗിക്കുമ്പോൾ മോട്ടറിൻ്റെ ലോഡ് കുറയും. അപ്പം ഏറ്റവും ലോക്കലായിട്ടുള്ള പവർ കുറഞ്ഞ മോട്ടർ ഉപയോഗിച്ചാൽ മതി. അതായത് മാനുഫാക്ചറിങ് കോസ്റ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ ലാഭം കൂട്ടാനുമുള്ള ഒരു മാർഗമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. അപ്പം നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഒരു ലോക്കൽ സാധനം വാങ്ങിക്കാൻ പോയി. അപ്പം നേട്ടം കമ്പനിക്കും കച്ചവടക്കാർക്കും, നഷ്ടം നമുക്കും. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. ഇത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തി ഇനി ഫാൻ വാങ്ങിക്കുന്ന സമയത്ത് ഈ ലീഫ് നിങ്ങൾ തീർച്ചയായും ചെക്ക് ചെയ്യണം. കാറ്റ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചെക്ക് ചെയ്യണം. അതുപോലെ 1 വർഷത്തിനുള്ളിൽ അതിന് കാറ്റിന് കുറവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാറണ്ടി തീരുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ റീപ്ലേസ് ചെയ്ത് കൃത്യം സാധനം വാങ്ങിക്കണം. എന്നാൽ മാത്രമേ നല്ല സാധനങ്ങൾ വിപണിയിൽ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് മാറത്തുള്ളൂ. നമ്മളാണ് ആവശ്യക്കാർ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിരിക്കും വിപണിയുടെ മാറ്റവും. ഓക്കെ.